ഹലോ, ഇന്നപ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്നത് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്നുള്ളൊരു കുഞ്ഞു ടോപ്പിക്കാണ്. പ്രീവിയസ്ലി കുറേ തവണ ഷോർട്ട് നോട്ടായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ കുറേ ഫങ്ഷൻസാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം അതിലോട്ട് പോവാം. ഓക്കെ, പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആദ്യം പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്താ പറയാം? പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആർ എയ്ക്കോസിനോയിഡ്സ്. എയ്ക്കോസിനോയിഡ്സ് എന്താണെന്നറിയോ? അതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം, വല്ലാണ്ട് ഡീപ്പിലോട്ട് പോകുന്നില്ല. നമുക്ക് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഫംഗ്ഷനാണ് ഇമ്പോർട്ടൻറ്റ്. എയ്ക്കോസിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഈ ഹോർമോൺസ് ലൈക്ക് ആക്ഷൻസ് നടത്തുന്ന ഒരു ആക്റ്റീവ് കോമ്പൗണ്ട്സ് ആണ്. അത് ഫോം ചെയ്യുന്നത് 20 കാർബൺ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. മെയിൻലി 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എയ്ക്കോസിനോയിഡ്സ് ഉണ്ട്. അതാണ് പ്രോസ്റ്റനോയിഡ്സ്, ല്യൂക്കോട്രീൻസ്, ല്യൂക്കോട്രീൻസ് ആൻഡ് ലിപ്പോക്സിൻസ്. എയ്ക്കോസിനോയിഡ്സ് ഫോം ചെയ്യുന്നത് മെയിൻലി 2 പാത്ത് വേ ഉണ്ടാകും. ഒന്ന് സൈക്ലോ ഓക്സിജനേസ് പാത്ത് വേ വഴിയും മറ്റേത് ലിപ്പോക്സിജനേസ് പാത്ത് വേ. ല്യൂക്കോട്രീൻസ് ആൻഡ് ലിപ്പോക്സിൻസ് ഫോം ചെയ്യുന്നത് പാത്ത് വേ ലിപ്പോ ഓക്സിജനേസ് പാത്ത് വേ വഴി. ഇത് രണ്ടും ലിപ്പോ ഓക്സിജനേസ് പാത്ത് വേ വഴിയാണ് ഉണ്ടാകുന്നത്. പ്രോസ്റ്റനോയിഡ്സ് ഉണ്ടാകുന്നത് സൈക്ലോ ഓക്സിജനേസ് പാത്ത് വേ വഴിയാണ്. ഈ പ്രോസ്റ്റനോയിഡ്സിന് അണ്ടറിൽ വരുന്നതാണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്യാൻ പോകുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. വേറെ ത്രോംബോക്സൈൻസും പ്രോസ്റ്റാസൈക്ലിൻസും ഒക്കെ പ്രോസ്റ്റാനോയിഡ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. നമ്മളിപ്പോൾ ഡീൽ ചെയ്യാൻ പോകുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻസും പ്രോസ്റ്റനോയിഡ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആർ എയ്ക്കോസിനോയിഡ്സ്. ദേ ആർ ഫോംഡ് ഫ്രം C20 കാർബൺ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ബൈ സൈക്ലോ ഓക്സിജനേസ് പാത്ത് വേ. ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് പേര് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനാദ്യമായിട്ട് നമ്മൾ ഐസോലേറ്റ് ചെയ്ത് എവിടുന്നാണ്? പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്നാണ്. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. സോ മെനി ടൈപ്സ് ഉണ്ട്. PGA, PGB, PGC, PGD, PGE, PGF അങ്ങനെ കുറേ ഉണ്ട്. കുറേ ടൈപ്സ് ഓഫ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഉണ്ട്. അതിൻ്റെ ഫങ്ഷൻസ് ഞാൻ പറഞ്ഞല്ലോ, ഫങ്ഷൻസാണ് ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാറ്. അപ്പോൾ അതിലോട്ട് പോവാം. ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് റെഗുലേഷൻ ഓഫ് BP ആണ്. നമ്മുടെ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എക്സ്പെഷ്യലി PGE വാസോഡൈലേറ്ററാണ്. അതുകൊണ്ട് തന്നെ വാസോഡൈലേറ്റർ ആയതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും? നമ്മുടെ ബ്ലഡ് പ്രഷറിനെ അത് ഡിക്രീസ് ചെയ്യും. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ബ്ലഡ് പ്രഷർ. അപ്പോൾ ഒന്നാമത്തെ ഫങ്ഷൻ എന്താ? റെഗുലേഷൻ ഓഫ് BP. Coming to the second function on its effect on the respiratory function. PGE പ്രോസ്റ്റാഗ്ലാൻഡിൻ E എന്ന് പറയുന്നത് ഒരു ബ്രോങ്കോ ഡൈലേറ്റേഴ്സാണ്. അതുകൊണ്ട് തന്നെ പ്രോസ്റ്റാഗ്ലാൻഡിൻ E ആർ യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആസ്മ. ആൻഡ് കമ്മിങ് ടു ദ തേർഡ് ഫങ്ഷൻ, റെഗുലേഷൻ ഓഫ് ദി ഗ്യാസ്ട്രിക് സെക്രീഷൻ. നമ്മുടെ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഉണ്ടല്ലോ, നമ്മുടെ ഗ്യാസ്ട്രിക് സെക്രീഷൻ എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യും. ആൻഡ് ഗ്യാസ്ട്രിക് മോട്ടിലിറ്റിനെ ഇൻക്രീസും ചെയ്യും. ഗ്യാസ്ട്രിക് സെക്രീഷൻ അത് ടോട്ടലി ഇൻഹിബിറ്റ് ചെയ്തിട്ട് ഗ്യാസ്ട്രിക് മോട്ടിലിറ്റിനെ കൂട്ടും. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഗ്യാസ്ട്രിക് അസിഡിറ്റിയിലും പിന്നെ ഗ്യാസ്ട്രിക് അൾസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനൊക്കെ ആയിട്ട് യൂസ് ആക്കാറുണ്ട്. ആൻഡ് ദ ഫോർത്ത് ഫങ്ഷൻ ഈസ് റോൾ ഇൻ റീപ്രൊഡക്ഷൻ. നമ്മുടെ ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ നമ്മൾ പ്രഗ്നൻസിയിൽ ലേബർ ഇൻഡ്യൂസ് ആക്കാനും അതുപോലെ തന്നെ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യണമെങ്കിലൊക്കെ നമ്മുടെ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് യൂസ് ആക്കാറുണ്ട്. സോ റോൾ ഇൻ റീപ്രൊഡക്ഷൻ ഈസ് ദ ഫോർത്ത് ഫങ്ഷൻ. ആൻഡ് ദ നെക്സ്റ്റ് ഫങ്ഷൻ ഈസ് ദ റോൾ ഇൻ ഇൻഫ്ലമേഷൻ. പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഇൻഡ്യൂസ് സിംറ്റംസ് ഓഫ് ഇൻഫ്ലമേഷൻ. ആൻഡ് ദ ലാസ്റ്റ് ഫങ്ഷൻ ഈസ് ഇറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദി റീനൽ സിസ്റ്റം. റീനൽ സിസ്റ്റത്തിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻസിൻ്റെ ഇൻഫ്ലുവൻസ്. പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഇൻക്രീസ് ദ GFR ആൻഡ് ഹെൻസ് കോസ് ഡയൂറസിസ്. ഇതിൻ്റെ ഫങ്ഷൻസ് സിമ്പിൾ അല്ലേ? ഒരു 6 ഫങ്ഷൻസ് പഠിക്കേണ്ടുള്ളൂ. ഷോർട്ടാണ്, അപ്പോൾ പെട്ടെന്ന് പഠിക്കുക. ഞാൻ ഈ നോട്ട് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ അല്ലേ? താങ്ക് യു.